നാടകം പുതിയ വാർത്തകൾ. എന്തിനായിരുന്നു ഏറെ കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് അയച്ചിരുന്നത് എന്നറിയാമോ നിനക്ക്? ഇല്ല ചാ, എനിക്കറിയില്ല. എന്നെ സ്വതന്ത്രനാണ്. എന്നിട്ട് എന്തിനാണ് മകനെ? മകൻ പിന്നെ മകൻ പിന്നെ മകൻ. എനിക്ക് ഈ ബന്ധനം മടുത്തിരിക്കുന്നു. എനിക്ക് ബന്ധനം മടുത്തിരിക്കുന്നു. എനിക്ക് ഈ ബന്ധനം മടുത്തിരിക്കുന്നു. എന്നെ തുറന്നു വിടൂ. എനിക്ക് ഈ പ്രപഞ്ചമാകെ സഞ്ചരിക്കണം. പുതിയ വാർത്തകളും പുതിയ സംഭവങ്ങളുമില്ലാതെ മഴവില്ലുകളുടെ മായാനഗരങ്ങളിലൂടെ കോടാനുകോടി നക്ഷത്ര ദീപങ്ങൾക്കിടയിലൂടെ എന്നിട്ട് എന്നെ കണ്ടണം. അനന്തമായ നീലാകാശ വിസ്മയങ്ങളുടെ അപാരതകളിൽ എന്ത് മനസ്സിലായി? ഒന്ന് കാണിച്ചു. Ready? 1, 2, 3, 4. Come on, action. താൻ എന്താണ് ഈ കാണിക്കുന്നത്? താൻ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ കടിച്ചു നടന്നാ പോരാ, അഭിനയിക്കണം. അതിന് ഞാൻ മാനസികരുണ്ട് എന്ന് കരുതി ഈ അപ്പൂപ്പൻ താടി കാറ്റത്തിട്ട മാതിരിയാണോ
ചടങ്ങും കൂടെ നടക്കുന്നു. അതിന് നാളത്തിലിടാലോ കാമായിരുന്നു. ഏത് മാതിരി? എനിക്കറിയില്ല അച്ഛാ. എന്നെ തല്ലണ്ട അച്ഛാ, എന്നെ കൊല്ലണ്ട അച്ഛാ. ഈ മാതിരി. അയ്യോ, അങ്ങനെയല്ല. പിന്നെ എങ്ങനെ അങ്ങനെയല്ല മകനെ, അങ്ങനെയല്ല. നീ ഒരു നാടകത്തിലെ മാനസിക രോഗിയാണെന്ന് ആദ്യം മനസ്സിലാക്കി. ഓ മനസ്സിലായി. അതായത് യഥാർത്ഥത്തിൽ അതായത് എങ്ങനെയാണ് ഇപ്പൊ ഹേമായി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഒരു നാടകം കളിച്ചുണ്ടാക്കാനുള്ള പാടേ. എടോ, തനിക്കൊക്കെ വല്ലതും മനസ്സിലായോ? ഇന്ന് കാണുന്നവർക്ക് തോന്നണം, പുറത്തേക്ക് കാണണം, കാണിച്ചു കൊടുക്കണം. അതാ നാടകം. ഇവൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അനക്കല്ലാതെ ക്ലാസ്സിലും തലേന് വേറെ എന്തൊക്കെയോ ചിന്താഗതിയാണ്. എടാ മോനെ ഒന്ന് കണ്ടു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ ബന്ധനം മടുത്തിരിക്കുന്നു, എന്നെ തുറന്നു വിടൂ. തന്റെ പോയതാണ് ഡോക്ടറെ. പറഞ്ഞ പണിയെടുത്താൽ മതി. ഈ തോക്കിലേക്ക് വെടിവെച്ച് പഠിക്കണം. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. ഈ ക്യാമ്പിൽ ഇപ്പൊ ഞാൻ പറയുന്ന നിയമം അതങ്ങനെ തന്നെയാ. ഈ കൂട്ടത്തിൽ ഏത് നടന്മാരെയും മാറ്റി നിർത്താനുള്ള അധികാരം ഈ സംവിധായകനുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ നിമിഷം ഏത് ഭാഗത്തു നിന്നും അഭിനയിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. അല്ല, ഏത് റോളും ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. വൈദ്യരെ താനും ധൈര്യമുണ്ട്, താനൊന്ന് മാറുന്നു. ഞാൻ അഭിനയിച്ച് കാണിച്ചത് എന്റെ റോളിൽ അങ്ങനെ ചുളിവ് കയറി പറ്റാൻ വിചാരിക്കണ. ചുളിവിലോ എന്തിന്? വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നാടകം കഴിക്കാൻ എനിക്കറിയാം. ചോദിച്ചു നോക്ക്. ഏകമാത്ര നാടകോ OTT സിനിമ, റീൽസ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ. Ξεχνά τον νίκη, θα στήσουμε κάτω. Δικά μου δικά τους μονάχα αν πεθάνω. Πάνω κάτω πες με Βραζιλιάνο. Τους έχω ζαλίσει, MVP να ζάρει. Σκαρντάπι μέσα απ' τα στόψ. Τρέχουνε σαν τα κόκκιο. എനിക്ക് ഇന്നും ഷൂട്ട് സംവിധായകനോട് കാത്തിരിക്കുക. അയാളത്തിന് കാത്തിരിക്കട്ടെ. ക്യാഷ് കിട്ടുന്ന പരിപാടിയാണ്. അയാൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചോട്ടെ. പെട്ടെന്ന് എടുക്കണ്ട. അതെ, ഈ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ ലൈവായിട്ട് കാണിച്ചു കൊടുക്ക്. കുറച്ച് തിരക്കാന്നൊക്കെ വിചാരിച്ചോട്ടെ. ഇവിടെ തിരക്ക്, അവിടെ തിരക്ക്, ഇവിടെയും തിരക്ക്, അവിടെയും തിരക്ക്. തിരക്കോട് തിരക്ക. രണ്ടും നടന്നാലും ഇല്ലെങ്കിലും ക്യാഷ് കൂട്ടി ചോദിക്കുകയും ചെയ്യാ. എങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഏട്ടന്മാരെ ഈ സെലിബ്രിറ്റികളൊക്കെ
മര്യാദക്ക് തെറ്റാണ്ട് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുത്ത് 4 അക്ഷരം പഠിക്കാൻ വലിയ ആസ്വാസിയുടെ ഡയറക്ടറാണ് വിചാരം. ഇല്ലേ, ഞാൻ ഇപ്പോഴറിഞ്ഞ് പറഞ്ഞ നന്നായി. അതിന്റെ കുറവുണ്ടായി. എനിക്ക് ശരിയായി. തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. ഞാൻ സാക്ഷിയാ. മകനെ മകനെ കേട്ടോ മകനെ, നീയും കരുതി കളിച്ചോ? ഇല്ല, എനിക്കറിയില്ല. ഒരക്ഷരം മിണ്ടാൻ പറ്റൂല, എങ്ങോട്ട് പോകാൻ പറ്റില്ല. കാറില്ലാണ്ട് ഇങ്ങനെ കെട്ടിട്ടില്ല. തന്നെയാണ് ഈ നാടകത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോ ഇവിടെ വെച്ച് പഠിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ തോന്നിയ വർത്താനം പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അവന്റെ കസറിക്കളയാമെന്ന് വിചാരിക്കണ്ട. നാട്ടുകാരെ കാണുമ്പോ മൂത്രമില്ല. ഈരൊക്കെ അനുഭവത്തിൽ പഠിക്കാൻ അച്ഛനെ അച്ഛനും മകൻ നമ്മളാ ഭക്ഷണം. നിങ്ങൾ ഈ നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട നായക പ്രതിനായക കഥാപാത്രങ്ങളാണ്. അതിനെന്താ ഞാൻ റെഡി. മറ്റേ നാടകം ഉസ്താദല്ല. മക്കാരാക്കുന്നത് എന്റെ മുഖത്തേക്ക് ഇവിടെ 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 നാടകം അഭിനയിക്കണം. മനസ്സിലായ? നയിക്കണം, മുന്നോട്ട് നയിക്കണം. അതാണ്. ഇല്ല, എനിക്കറിയില്ല. മകനെ, നീ ഓർക്കുന്നുണ്ടോ ഈ കൈകൾ നിന്റെ കളിത്തൊട്ടിലായിരുന്നു, ഈ മാറിടം നിന്റെ കളിയരങ്ങായിരുന്നു.
നാടകം മകൻ നീ കഥാപാത്രം ഡീപ്പായിട്ട് ഡയലോഗ് മാൻ നീ ഒരു മാനസിക രോഗിയാണ് നീ ഒരു മാനസിക രോഗിയാണ്. നീ ഒരു മാനസിക രോഗിയാണ്. നീ ഒരു മാനസിക രോഗിയാണ്. തുടരാനാവില്ലച്ചാ. ചിറകുകൾ ത്രസിച്ചു തുടങ്ങി. എന്റെ രക്തം തിളച്ചു മറിയുന്നു. എന്റെ ലോകം എന്നെ മാടി വിളിക്കുന്നു. പണ്ടത്തെ പഴയ വേദകാലത്തെ പ്രസിദ്ധമായ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചികഞ്ഞു നോക്കാം. നല്ല ഒന്നാം തരം ചോദ്യം, അതും ഒരു പെണ്ണിന്റെ ചോദ്യം. ന്യായമായിരിക്കണം. പഞ്ചപാണ്ഡവന്മാരതാ ചൂതാട്ടത്തിൽ രാജാധികാരവും കിരീടങ്ങളും നഷ്ടപ്പെട്ട് തലകുനിച്ച് നാണം കെട്ട് മൗനികളായി നിൽക്കുന്നു. അവർക്ക് മുന്നിലൂടെ മുടി കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഒരനാഥേ. അവൾക്കെന്താണ് ഈ സഭയുടെ മുമ്പ് ചോദിക്കാനുള്ളത്? ആരാണിവൾ? ദ്രൗപദി, പാഞ്ചാലി എന്ന ദ്രൗപദി. കുരു രാജവംശ പരമ്പരയുടെ ഒടുവിലത്തെ തലമുറ കുടിപ്പകയിൽ രണ്ടായി പിരിയുന്നതിനു മുമ്പ് അസ്തിനപുരിയിൽ നടന്ന സംയുക്ത രാജവംശത്തിന്റെ ചൂതാട്ട സഭ. അതെ, അസ്തിനപുരി. ഇത്രമേൽ ഉത്കണ്ഠാകുലമായ മൗനത്തിൽ മരവിച്ചു പോയ ഇതുപോലൊരു സന്ദർഭം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. മകനെ നിന്നെ മാടി വിളിക്കുന്ന ലോകം. അശുദ്ധമാക്കിയ ജന്മലോകം മഹാഭാരതം ഇവരെ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ എനിക്ക് ഉറക്കമില്ല. ഇതിനാണ് മോനെ നിന്റെ പുറപ്പാട്. എനിക്കറിയില്ല. എനിക്കായത് തരും. എന്നെ തുറന്നു വിടും കുരുക്ഷേത്രത്തിലേക്ക്. ആരുടെ മുമ്പിലാണെന്നറിയാം. മകനെ, നീ മദ്യപിച്ചിട്ടുണ്ടോ? ഒരച്ഛൻ മകനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇത്. ഇത്തരം പഴഞ്ചൻ ചോദ്യങ്ങളായിരിക്കും അവനെ ഇത്രമേൽ അസ്വസ്ഥനാക്കി. എന്നെ തുറന്നുവിടൂ കുരുക്ഷേത്രത്തിന്. എവിടെ ബ്രഹ്മാസ്ത്രങ്ങൾ? സൂര്യപുത്രൻ എവിടെയാണ് വിളിച്ചത്? കൃഷ്ണ, ആർക്കാണ് വിളിച്ചത്? എവിടെ കവച കുണ്ടലകൾ? കൃഷ്ണ, എവിടെ കവച കുണ്ടലകൾ?
കലാപ കേസിൽ നീതിന്യായ കോടതികൾ കൂട്ടക്കൊല ചെയ്ത പോലീസുകാരോട് ചോദിച്ച ഒരു ചോദ്യം ഒരു പത്രത്തിലും അത് കാണില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം മീററ്റിലെ ഹാഷിംപുരയിൽ 75 നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ജഡങ്ങൾ പോലീസിന്റെ ട്രക്കിൽ കയറ്റി പുഴയിൽ തള്ളി. കോടതിയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ട 75 നിരപരാധികളും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിപ്പോയത്? എന്നിട്ട് കേസുണ്ടായി. ഒരു പത്രക്കാരനോട് കണ്ടില്ല. 3 പതിറ്റാണ്ടുകൾ ഈ ചോദ്യം കോടതി മുറികളിൽ ആവർത്തിച്ചുകൊണ്ടേ. കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജീവനിയമം തടവിൽ ശിക്ഷിക്കപ്പെട്ടു. ശരിയാണ്. ബാക്കി കൂടി പറ. ജബൽപൂർ, അലിഗഡ്, റാഞ്ചി, കൊൽക്കത്ത, മൊറാദാബാദ്, ബീഹാർ, പഞ്ചാബ്, ഭീവണ്ടി, ഗോത്ര, മണിപ്പൂർ. ഉത്തരേന്ത്യയിലെങ്ങാണത്രേ. അതെ തന്നെ 1000 മൈലുകൾക്കപ്പുറം. പിന്നെ എന്തിന് നമ്മളെന്തിനാ പ്രയാസപ്പെടുന്നത്? വരുന്ന കുറച്ച് ദിവസങ്ങളിലെ ഈ വാർഷികത്തിനുള്ളൂ. നമുക്ക് നാടകം കളിക്കാം. എന്തായാലും ആ പത്രക്കാരൻ കൊണ്ടുവരട്ടെ. അവനെ ഈ പടി കേട്ടണം. വേണ്ട, ഒരു വാർത്തയും വേണ്ട. നമ്മൾ വാതിലടച്ച് കുറ്റിയിട്ട് നാടകം കളിക്കാം. എന്താ സുഖം? നമ്മളൊരു മുറിക്കുള്ളിലാണല്ലോ. നമ്മുടെ നാടകം അവനവന്റെ തൊഴിലും. ഗ്രാമങ്ങളൊക്കെ ചുട്ടുചാമ്പലാക്കി കൂട്ടക്കൊലകളാണത്രേ. ഞാനും ഒരു ഗ്രാമവാസി. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഓരോന്നായി ചാമ്പലാക്കി കഴിഞ്ഞാൽ ഇനി അവർ ദക്ഷിണേന്ത്യയിലേക്ക് വരില്ലേ? എന്റെ ഗ്രാമവും എന്റെ ഗ്രാമവും എല്ലാ ഗ്രാമങ്ങളും അവർ നശിപ്പിക്കില്ലേ? ഇതിന് നമ്മളിപ്പോ നഗരത്തിലല്ലേ നഗരവാസികൾ. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ഞാൻ എന്തായാലും നഗരവാസിയാണ്. ഗ്രാമങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവരിങ്ങ് നഗരത്തിലേക്കും വരും. അതെ, ഇതൊക്കെ പത്രക്കാരുടെ കെട്ടുകഥകളാണ്. എനിക്ക് എത്ര വയസ്സായെന്നറിയാം. ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുമില്ല, ഇനിയിപ്പോ ഉണ്ടാവാനും പോകുന്നില്ല. എനിക്ക് ഉറപ്പാണ്. ശരിയാ, പത്രങ്ങളൊക്കെ നുണകൾ മാത്രം എഴുതി ഇപ്പൊ സത്യം പറഞ്ഞാലും വിശ്വസിക്കാനായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ ഊറിയും ചിരിക്കും.
വല്ലാത്ത ക്ഷീണം. നിങ്ങൾ എത്ര പേര് വാക്കും വെച്ചിട്ടുള്ളത്? ഇനി ഈ ഒരു ഒറ്റ പത്രേ ബാക്കിയുള്ളൂ. ഈ നിറച്ച് കാശ. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങണം, കുട്ടികൾക്ക് പുസ്തകം, കളിപ്പാട്ടം, ഇതിനൊക്കെ തികയുണ്ട്. ഞങ്ങൾക്കെതിരെ പുതിയ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതൊരു കുറ്റവിചാരണ. ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ വാർത്തകൾ വായിക്കൂ. ആകുന്നതിന് മുമ്പ് വേഗമാവട്ടെ. ഡയാന രാജകുമാരി വീണ്ടും ഗർഭിണിയായി. ആനന്ദലബ്ധിക്ക് എന്തു വേണം? ഈ മഹാത്ഭുതം എങ്ങനെ സംഭവിച്ചു? ഈ പെണ്ണായിരിക്കാനാണ് സാധ്യതയെന്ന് നമ്മുടെ ലണ്ടൻ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടൻ അവരുടെ നല്ല നേർമയെ അവരുടെ സ്വർണ്ണവർണ്ണ പുച്ഛരോമങ്ങൾ, അവരുടെ മനോഹരമായ വിഴികൾ, കണ്ണുകൾ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇമ്പീരിയൽ ബ്രിട്ടീഷ് വിക്ടോറിയൻ പാതകൾ. അവർ വെറും ഷൂവല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ പങ്കുവഹിച്ച ഒരു ഷൂവാണ് ബ്രിട്ടീഷ് ഇമ്പീരിയൽ വിക്ടോറിയൻ. നാളെ മുതൽ ഞങ്ങളുടെ മനോഹര പത്രം രാജകുമാരിയുടെ കൗമാരം മുതൽ യൗവനം വരെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഗർഭിണിയാവുന്നത് വരെയുള്ള കളർ ഫോട്ടോ സഹിതം രാജകുമാരിയുടെ അമ്മയുടെ കുതിര സവാരി മുതൽ അതെന്തിനാ അവരാണ് രാജകുമാരി വേണ്ടി പ്രസംഗിക്കാൻ പോകുന്നത്? രാജകുമാരിയുടെ ഹണിമൂൺ ഉല്ലാസയാത്രകൾ, നീന്തൽക്കുളത്തിലെ പ്രണയ ലീലകൾ, അടിമുടി രാജകുമാരിയുടെ വികാര തരളിത ജീവചരിത്ര മുഹൂർത്തങ്ങൾ, കോർത്തിണക്കിയ സംഭവ ബഹുലമായ സചിത്രണ ഫീച്ചർ സഹിതം ഞങ്ങളുടെ പത്രം നാളെ മുതൽ ഖണ്ഡശ അതെ, നാളെ മുതലേ ഞാൻ ഈ നാടകത്തിനില്ല. എടോ ഡ്യൂബേ, അതെ എന്റെ റോളെ താനെടുത്തോ. ഞാൻ ഈ നാടകത്തിനില്ല. ഞാൻ രാജകുമാരിയുടെ കാര്യം അന്വേഷിച്ച് പോവാണ്. ബൈ. അല്ല, എനിക്ക് രാജകുമാരെ വേറെ അതിനെ ഇവിടെ വിട്ട് കയറിയപ്പോ പണി പോയ വേറെ ആളുണ്ട്. തേരാപ്പാറ നടക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ഗ്രൂപ്പിന്റെ വില എന്താന്നുള്ളത്? ഇപ്പോൾ കിട്ടിയ വാർത്ത, മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യും. അത് ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുറിച്ചുള്ളി മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠുരമായി കൂട്ടക്കൊല ചെയ്യും.
നിരപരാധികളായ ഇന്ത്യക്കാരല്ലേ നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലേ ഞാൻ മക്കളക്കാരൻ. അതാണ് എന്റെ രാജ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരനാണെന്ന് പറയും. എന്റെ വീടാണ് എന്റെ രാജ്യം. ഞാനാണ് എന്റെ വീട്ടിന്റെ രാജാവ്. എന്റെ വീട്ടിൽ രാജാവില്ല. രാജ്ഞിയാണ്. എല്ലാ അധികാരങ്ങളും എനിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് നിരപരാധികളായിപ്പോയില്ലേ? ആരോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യാത്ത ആരെങ്കിലും കാണും. ഞാനേ ചെറുപ്പത്തിലുള്ള പരിപാടി എന്താ അറിയാം, ഓൾ കൊണ്ട കട്ടി വിറ്റിച്ച് കൂട്ടാൻ വാങ്ങി. ചെറിയ കളവൊക്കെ ഞാനാണ് നടത്തിയിട്ടുണ്ട്. തേങ്ങയൊക്കെ കക്കാൻ പറ്റി. ഞാൻ പിന്നെ ആ പറ്റില്ല. അണ്ടി എടുത്തിങ്ങനെ കുറെ മുട്ടായൊക്കെ വാങ്ങി എനിക്ക് അതേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. വലിയ കോടതിയും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതിന് കോടതി രേഖ തപ്പി നോക്കിയിട്ടാണോ കൊലയാളികൾ കൊല്ലാൻ വരുന്നത്? അതൊക്കെ അവർക്കറിയാം. ആരാണ് കുറ്റവാളി, ആരാണ് നിരപരാധി, ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് അതല്ലാത്തത്, എല്ലാ വിവരങ്ങളും അവർ ശേഖരിച്ചു കഴിഞ്ഞു. ഞാനിത് രണ്ടുമല്ല, നിരപരാധിയുമല്ല, ഇന്ത്യക്കാരനുമല്ല. പിന്നെ ഏതാണ് മകൻ എന്റെ രാജ്യം? ഭാരതം അതാണ് എന്റെ രാജ്യം. അത് മാത്രമാണ് എന്റെ രാജ്യം. അതൊരു കുറ്റകൃത്യമല്ലല്ലോ. കൊലപാതകമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഴിവ്. ഓർക്കുന്നുണ്ടോ ഭുവനദാസിനെ? എന്നിൽ അർപ്പിക്കപ്പെട്ട എന്റെ കുലധർമ്മ നിയോഗത്തെ ധിക്കരിക്കുന്നവൻ ആരായാലും ഒന്ന് കൊലവിളിക്കുന്ന ഏതാണ് മകനെ എന്റെ കൊലപാതകം? എവിടെയാണ് ബ്രഹ്മാസ്ത്രങ്ങൾ? എനിക്കറിയില്ല. സൂര്യപുത്രൻ എവിടെയാണ് വിരാജിക്കുന്നത്? എന്നെ എത്ര ആദരവുണ്ടോ? ആൾക്കാർ വിരാജക്ഷേത്രത്തിലേക്ക് ബ്രേക്കിംഗ് ന്യൂസ്. കലാപങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മതവും രാഷ്ട്രീയവും പരീക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്? പ്രത്യേക ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യും. നാടകത്തിൽ അഭിനയിക്കുന്ന ഡോക്ടർ അയ്യോ, അയാൾ പോകുമെന്ന് പറഞ്ഞതാ പോവല്ലേന്ന്. അതെ, നാളെ മുതലേ ഞാൻ ഈ നാടകത്തിലില്ല. ഞാൻ ഈ നാടകത്തിലില്ല. ഹലോ ട്യൂബൻ. അതെ, എന്നോട് താനെന്തോ ഗ്രാമം മുഴുവൻ ചുട്ടുകരിച്ച് ചാമ്പലാക്കി. ഗ്രാമം മുഴുവൻ തനിച്ചിരിക്കുമ്പോൾ ഞാൻ കാണുന്നു പായ് നിവർത്തിയൊഴുകി നീങ്ങുന്ന ശവമഞ്ചങ്ങൾ, വിളറിയ ജടങ്ങളും മരിച്ച മുടി പിന്നിയിട്ട പെണ്ണുങ്ങളും, മാലാഖമാരെ പോലെ മരണം. മരണം ശബ്ദത്തിലേക്ക് ഇഴഞ്ഞു കയറി ചെല്ലുന്നു. കാലില്ലാത്ത ചെരുപ്പ് പോലെ, ഉടലുകളില്ലാത്ത ഉടുപ്പുകൾ പോലെ മരണം കഥകിൽ മുട്ടുന്നു. മരണം അലറി വിളിക്കുന്നു.
ശവക്കുഴികളിൽ നിന്നും അത് വന്നെത്തുന്നു. അതിൻ്റെ കാലടികൾ ശബ്ദിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ നാടകങ്ങൾ ജന്മഭൂമിയിലെ പ്രശാന്ത സുന്ദരമായ മലനിരകളെക്കുറിച്ചും ഉല്ലാസത്തിൻ്റെ താഴ്വാരങ്ങളിലെ സുന്ദരന്മാരെയും സുന്ദരിമാരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഭീമാകാരങ്ങളായ സ്മാരകങ്ങളെക്കുറിച്ചും പറയാതിരിക്കുന്നു എന്ന് പറയുന്നവരെ നമ്മൾ പഠിക്കാനയച്ച കുട്ടികൾ മരിച്ച തെരുവുകളിലാണെന്ന് നാടകം നിലവിളിക്കുന്നു. പിറവി കൊള്ളുന്ന ഒരു തലമുറയെ പിഴച്ച പാതി വഴിയിലിട്ടുപോയ ചതിയൻ പടനായകന്മാരെ നിങ്ങളുടെ സുഖനിദ്രയുടെ ദുസ്വപ്നങ്ങളിൽ നാടകം നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഉടലുകളില്ലാത്ത ഉടുപ്പുകൾ പോലെ നാടകം നിലവിളിക്കുന്നു. പുതിയ വാർത്തകൾ